ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലപാട് മാറ്റാതെ തന്നെ മുഖ്യമന്ത്രി തുടരുന്നു എന്നുള്ളതാണ്. അന്വേഷണ റിപ്പോർട്ടുകൾ എതിരായാൽ മാത്രമേ ADGPക്ക് മാറ്റം ഉണ്ടാകൂ. അതായത് നമ്മളൊക്കെ ഇന്ന് കാത്തിരിക്കുന്ന ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നുള്ളതാണ്. അതിൽ ഇന്നലെ വരെ എന്ത് നിലപാടിലായിരുന്നോ ആ നിലപാടിൽ തന്നെയാണോ? അപ്പോൾ മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലേ? പക്ഷേ ആ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്ന ശേഷം നടപടി എന്നുള്ള കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലെ പരസ്യ പ്രതികരണത്തിലെ നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശാന്ത് കൃഷ്ണ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം, ആ തീരുമാനം നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം പോലുമില്ല, ഒരു തരി വ്യത്യാസമില്ലാതെ ആ നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. ADGPക്കെതിരെ അടിയന്തരമായ ഒരു നടപടിയില്ല, റിപ്പോർട്ട് വരട്ടെ, കാത്തിരിക്കാമെന്നാണ് പറയുന്നത്. ഈ ക്യാബിനറ്റിൽ എന്തെല്ലാം തരത്തിലുള്ള ചർച്ചകളാണ് ഈ വിഷയത്തിൽ നടന്നത്? ഏറ്റവും പ്രധാനം ഈ ഇന്നത്തെ ക്യാബിനറ്റ് കഴിയുമ്പോഴും ADGP MR അജിത് കുമാർ ആ സ്ഥാനത്ത് തന്നെ തുടരുകയാണെന്നതാണ്. കൂടുതൽ അന്വേഷണം, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നു, അത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നു. അതൊരു ത്രിതല അന്വേഷണമാണ്. പല തരത്തിലുള്ള അന്വേഷണം, പോലീസിന്റെ അന്വേഷണം മാത്രമല്ല, വിജിലൻസ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളുടെ എല്ലാം ഒരു അന്വേഷണം. ഏതൊക്കെ അന്വേഷണമാണെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഇനി വരേണ്ടതുണ്ട്. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ അതായത് CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന ബിനോയ് വിശ്വത്തിന്റെ അടക്കമുള്ള ജനയുഗത്തിന്റെ ആവശ്യത്തെ മുഖ്യമന്ത്രി തള്ളുകയാണ്, അങ്ങനെ തന്നെ പറയുന്നത്. തീർച്ചയായും, അതായത് RJDയുടെ ആണെങ്കിലും CPIയുടെ ആണെങ്കിലും NCPയുടെ ആണെങ്കിലും അവർക്കെല്ലാം ഈ ആവശ്യം ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്നുള്ളതാണ്. ആ ആവശ്യം നിരാകരിച്ചു. എല്ലാവരും ഉറ്റുനോക്കിയത് ADGP അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുമോ, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെന്തായാലും അജിത് കുമാറിനെ നിലവിൽ തൊടുക പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ വരെ എന്ത് നിലപാട് സ്വീകരിച്ചോ ആ നിലപാടിൽ തന്നെ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. റിപ്പോർട്ട് വരട്ടെ, അന്വേഷണ റിപ്പോർട്ടുകൾ എതിരായാൽ മാത്രമേ ADGPക്ക് മാറ്റം ഉണ്ടാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാർഷൽ വി സെബാസ്റ്റ്യൻ ഉണ്ട്. മാർഷൽ, ഒരിക്കൽ താൻ സ്വീകരിച്ച നിലപാടെന്തോ ആ നിലപാട് തിരുത്തില്ലെന്നുള്ള ഉറച്ച തീരുമാനമാണ്. എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഇത്രമേൽ പ്രതിരോധത്തിലാകുമ്പോഴും ഇങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്? ADGP അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചുകൊണ്ട് CPIയും CPIയുടെ മന്ത്രിമാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രിയെ തങ്ങളുടെ പരാതി അറിയിക്കുന്നുണ്ട്. എന്നാൽ ആ സമയങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി ആവർത്തിച്ച ഒരു മറുപടിയുണ്ട്. അത് DGPയുടെ റിപ്പോർട്ട് ലഭിക്കട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ നടപടി എടുക്കുമെന്നുള്ളതാണ്. എന്നാൽ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ രണ്ട് തരത്തിൽ നമുക്ക് കാണേണ്ടി വരും. അതിലൊന്ന്, അദ്ദേഹം ക്രമവിരുദ്ധമായിട്ട് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള പരാതി ഉയരുകയും അത് വിജിലൻസ് അന്വേഷിക്കുകയും ചെയ്യുകയാണ്. ആ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് എത്തിയിട്ടില്ല. മറ്റൊന്ന്, അദ്ദേഹം RSS നേതാക്കളെ കാണുകയും അതോടൊപ്പം തന്നെ മറ്റു വിവാദങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നതാണ്. ഇത്തരം കാര്യങ്ങളുള്ള അന്വേഷണമാണ് DGP നടത്തുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തെറ്റുകാരനാണ്, കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മോശമുണ്ടാക്കുന്ന തരത്തിലേക്ക് കളങ്കിത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. ആ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് ലഭിക്കണം എന്നുള്ള വാശിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത്. ആ വാശിയിൽ മാറ്റമുണ്ടായില്ല. അന്വേഷണ റിപ്പോർട്ട് എന്ന് തരുന്നു, ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ADGPക്കെതിരെ നിലപാട് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്ക്. ആ വാക്ക് തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമെന്നും DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ADGP ഉൾപ്പെടെയുള്ളവരെ സ്ഥാനചലനം ഉണ്ടാകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന വിവരം ADGP അജിത് കുമാറിനെ സ്ഥാനചലനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ചർച്ചകളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. DGPയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിന് ശേഷം എന്താണോ ചട്ടപ്പടിയുള്ള നടപടിക്രമങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. അതിലൊരു മാറ്റവും ഉണ്ടാകില്ല. തെറ്റുകാരനാണെങ്കിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നേരത്തെ എടുത്ത നിലപാട് തന്നെ മുഖ്യമന്ത്രി തുടരുന്നു. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ADGP അജിത് കുമാറിനെ മാറ്റുന്ന കാര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിന് തന്നെ ഒരു ഓർഡറായി ഇറങ്ങുകയും ആഭ്യന്തര വകുപ്പിന്റെ ഒരു തീരുമാനമായി തന്നെ ഈ കാര്യത്തിൽ ഒരു മറുപടി ഉണ്ടാകാം. അതാണ് പ്രധാനമായിട്ടും CPI ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പിണറായി വിജയൻ എന്തായാലും എന്ത് നിലപാട് സ്വീകരിച്ചു ആ നിലപാടിൽ നിന്ന് ഇത്രമാത്രം പ്രതിരോധങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ, വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ ഉയരുമ്പോഴും അതിൽ നിന്ന് ഒരു ഇടപോലും മാറ്റമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അജിത് കുമാറിനെ ADGPയുടെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ എന്ന നിലപാടിൽ മന്ത്രിസഭാ യോഗത്തിലും മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നൊരു വാർത്ത അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു കാര്യം പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. മീഡിയ റൂമിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അജിത് കുമാറിന് എന്തായാലും മുഖ്യമന്ത്രിയുടെ സംരക്ഷണ കവചം ഇനിയുമുണ്ട്. റിപ്പോർട്ട് വരുന്നതുവരെയും ആ കവചം അതങ്ങനെ തന്നെ തുടരുമെന്നുള്ള നിലപാടിൽ നിന്ന് പിണറായി വിജയൻ മാറുന്നില്ല. അജിത് കുമാറിനെ ഉടൻ മാറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട
വിവരം ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പുറത്തു വരുന്നത് പൂരം കലക്കലിൽ തുടരന്വേഷണം ഉണ്ടാകുമ്പോൾ. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, വാർത്താ സമ്മേളനം എപ്പോൾ തുടങ്ങുമെന്നുള്ളതാണ്? നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വരവിനായി. നമ്മൾ ഈ പിന്നിൽ കാണുന്ന ആ വഴിയിൽ കുറച്ച് മുൻപ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് നോക്കി പോയിരുന്നു. അപ്പോൾ അധികം വൈകില്ല വരവ് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ മന്ത്രിസഭാ യോഗത്തിൽ എന്തായാലും നിർണായകമായ ചില തീരുമാനങ്ങളുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ആ വിവരങ്ങൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയും. 11 മണിക്ക് പറഞ്ഞ വാർത്താ സമ്മേളനമാണ്. അതിങ്ങനെ തുടർന്നു പോവുകയാണ്. ഒരുപാട് വിഷയങ്ങൾ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതിൽ ആ പൂരം കലക്കൽ മാത്രമല്ല, മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹിന്ദു ദിനപത്രത്തിൽ വന്ന ഒരു അഭിമുഖമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം മുഖ്യമന്ത്രി നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതിലും ഒരുപാട് കാര്യങ്ങൾ പുതുതായി പുറത്തു വരുന്നു. വത്സൻ തില്ലങ്കേരി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും ആ വിഷയത്തിലെല്ലാം മറുപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വൈകുന്നതെന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിവരം? അമലെ, മന്ത്രിസഭാ യോഗം അവസാനിച്ചിട്ട് ഒരു 15 മിനിറ്റിന് പുറത്തായി. അപ്പോൾ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി സാധാരണഗതിയിൽ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിന് ഈ സമയത്തിന് തന്നെ എത്തേണ്ടതായിരുന്നു. 11:30 തന്നെ എത്തേണ്ടതായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് വലിയ ഗുരുതരമായ ആരോപണങ്ങളെ അതിനെ പ്രതിരോധിക്കേണ്ടതുമാണ്. അതിൽ പ്രധാനം PR ഏജൻസിയുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ട്, PR ഏജൻസി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്ന് പ്രതിപക്ഷം മുൻപെല്ലാം ആരോപണം ഉന്നയിച്ചപ്പോൾ എനിക്കൊരു PR ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് വലിയ ആർജവത്തോടെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയാണ് ഇന്നൊരു PR ഏജൻസി മുഖേന ദേശീയ ദിനപത്രത്തിന് അഭിമുഖം നൽകേണ്ടി വന്ന സാഹചര്യം പുറത്തു വന്നത്. മാത്രമല്ല, അതുണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാമേജും വലിയ വലുതാണ്. അതിപ്പോൾ PR ഏജൻസിയുടെ തലയ്ക്ക് വയ്ക്കുമ്പോഴും അതിന് PR ഏജൻസി അവരുടെ നിലയിൽ എഴുതി കൊടുത്തതാണോ അതോ സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ആരെങ്കിലും എഴുതി കൊടുത്ത കുറിപ്പാണോ അവർ ഈ ഹിന്ദുവിൻ്റെ വാർത്താലേഖയ്ക്ക് കൊടുത്തത് എന്ന കാര്യങ്ങളെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അങ്ങനെയാണെങ്കിൽ വിഷയം ഉള്ളതുകൊണ്ടാണ്. അതായത് 11 മണിക്ക് പറഞ്ഞ വാർത്താ സമ്മേളനമാണ്. അത് 11:30 എന്ന് പിന്നീട് അറിയിച്ചു. ഇപ്പോൾ സമയം 11:49 ആകുന്നു. അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യങ്ങൾ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നൊക്കെ കണ്ടതുകൊണ്ടായിരിക്കുമോ ഒരു തയ്യാറെടുപ്പിനുള്ള സമയമാകുമോ? ഒരു വലിയ തയ്യാറെടുപ്പും അവിടെ മാത്രം പലതരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അതിനെല്ലാം തന്നെ കൃത്യമായ ഉത്തരവും കുറിപ്പുമായി സാധാരണ അറിയാലോ, ഇത്തരം ഈ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ കുറിപ്പുമായാണ് മുഖ്യമന്ത്രി വരുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം കുറിപ്പുമായി തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി വരിക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ PR ഏജൻസിയുടെ ഭാഗത്താണ് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഒരു നിയമ നടപടിക്ക് സർക്കാർ നീങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു PR ഏജൻസിക്കെതിരെയോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെയോ നിയമ നടപടിയിലേക്ക് മുഖ്യമന്ത്രി നീങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൽ നിന്ന് പരാതിയുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പരാതി നൽകിയിട്ടുണ്ട്. കലാപത്തിനുള്ള ആഹ്വാനം നൽകുന്ന തരത്തിലാണ് അവർ അഭിമുഖം. മറ്റാരുടെങ്കിലും ആവശ്യമുണ്ടോ, നിങ്ങൾ എന്നെ കാണുകയല്ലേ എന്നൊക്കെയുള്ളതാണ് മുൻപ് PR-ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള മറുപടി. ഇന്ന് അതേ ആത്മവിശ്വാസത്തിൽ പിണറായി വിജയൻ മറുപടി പറയാനാകുമെന്ന് നമുക്ക് കണ്ടറിയാം.